اللهم لك الحمد نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ ഇഹപര ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി അല്ലാഹു അനുസരിച്ചും അവന് വഴിപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഞാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ഇഹലോകത്തും പരലോകത്തും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹങ്ങളിൽ അവനോട് നന്ദി കാണിക്കുകയും പരീക്ഷണങ്ങളിൽ സബർ അവലംബിക്കുകയും തെറ്റുപറ്റിപ്പോകുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി വര്യൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും ഭർത്താവ് അബൂ ദൽഹ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു ഹദീസ് ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലൊക്കെ ഉദ്ധരിച്ച് കാണാം. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഇരുവർക്കും ഒരു മകൻ പിറക്കുകയാണ്. എന്നാൽ രോഗം കാരണം ആ മകന് രോഗം ബാധിക്കുകയും ആ രോഗം കാരണം അത് മൂർച്ഛിച്ച് അവൻ മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന സന്ദർഭം അബൂ ദൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവന് വേണ്ട കർമ്മങ്ങൾ അവനെ കുളിപ്പിക്കുകയും ശേഷം അവനെ പുതപ്പിച്ച് കിടത്തുകയുമാണ് ചെയ്യുന്നത്. തൻ്റെ മകൻ്റെ വേർപാടിൽ തെല്ലു വെപ്രാളമോ കരയുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ശേഷം അബൂ ദൽഹ റളിയല്ലാഹു അൻഹ സന്ധ്യാസമയമായപ്പോൾ വീട്ടിലേക്ക് വന്നു. തൻ്റെ മകൻ്റെ വിവരം അന്വേഷിക്കുകയാണ്. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹ മറുപടി നൽകി, ഹുവ അസ്കനു മാ കാന,
അവൻ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ശാന്തനായിട്ടുണ്ട്, അഥവാ അവൻ മരണത്തോടുകൂടി ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നവിടെ പറയാതെ പറയുകയാണ് മുസ്ലിം റളിയല്ലാഹു അൻഹ. തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള വാത്സല്യം, മകനോടുള്ള ആ ഒരു സ്നേഹം പുറത്തു കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ യഥാർത്ഥ മരണവിവരം നേരിട്ട് അറിയിക്കുന്നത് അവിടെ മറച്ചു വെക്കുന്നത്. ശേഷം ഭർത്താവിന് വേണ്ടി രാത്രി ഭക്ഷണം നൽകുകയും അതിനുശേഷം ഭർത്താവിന് വേണ്ടി നല്ല രീതിയിൽ വസ്ത്രം അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങി അവർ രണ്ടുപേരും ആ രാത്രി സമ്പർക്കത്തോടുകൂടി കഴിച്ചു കൂട്ടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഏകദേശം മാനസികമായി അബൂ തൽഹ റളിയല്ലാഹു അൻഹ തയ്യാറായി എന്നറിഞ്ഞു കണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അറഅയ്ത ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ. ഒരു കൂട്ടം ആളുകൾ അവർക്ക് വേണ്ടി ഒരു വീട്ടുകാർ ഒരു അമാനത്ത്, ഒരു കടം നൽകുകയും അങ്ങനെ ഫതലബു ആരിയതഹും ഒരു നിശ്ചിത അവധിക്ക് ശേഷം അവർ ആ കടം, ആ വീട്ടുകാർ ആ ആളുകളിൽ നിന്ന് ആ കടം തിരിച്ചു ചോദിച്ചാൽ അലഹും അയംനഉഹും, അത് തടഞ്ഞു വെക്കുവാൻ അവർക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? അഥവാ ആ വീട്ടുകാരുടെ ആ അമാനത്ത്, ആ വീട്ടുകാർ നൽകിയ ആ കടം തടഞ്ഞു വെക്കുവാൻ അക്കൂട്ടർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവകാശമുണ്ടോ എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ അബൂ തൽഹ മറുപടി പറഞ്ഞു: ഖാല ലാ, ഒരു തരത്തിലുമുള്ള അവകാശവും അവനില്ല. ശേഷം മുസ്ലിം പറഞ്ഞു: ഹാദാ ഇബ്നക് ഫഹ്തസിബ്, നിന്റെ മകനുണ്ടല്ലോ, നമ്മുടെ മകനുണ്ടല്ലോ, ഫഹ്തസിബ്, അവന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അവൻ നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഹാദാ ഇബ്നക് ആരിയത്തും മിൻ അല്ലാഹ്, നമ്മുടെ ഈ മകൻ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കടമായിരുന്നു നമുക്ക്. വ ഇന്നല്ലാഹ ഖദ് ഖബലഹു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടത്തെ അവനിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സന്ദർഭം അബൂ തൽഹ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: ഫസ്തർജഅ വഹ്തസബ, അദ്ദേഹം ഇസ്തിർജാ ചെയ്തു, അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ് എന്ന വാക്യം അദ്ദേഹം ഉരുവിട്ടു. വഹ്തസബ, അതിനുശേഷം ആ മകന്റെ കാര്യത്തിൽ ഇനി എന്തോ ഒരു നല്ലത് വരാനുണ്ട് എന്നർത്ഥത്തിൽ എന്ന് പ്രതീക്ഷയോടുകൂടി അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്തത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയും നടന്ന സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വിവരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടിയിട്ട്, ആ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുകയാണ്. ബാറകല്ലാഹു ഫീ ലൈലത്തികുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രാത്രിയിൽ, നിങ്ങൾ ആ സമ്പർക്കം ചേർന്ന ആ രാത്രിയിൽ നിങ്ങൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. ശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർക്കൊരു മകൻ പിറക്കുകയാണ്. അവർ ആ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന് അബ്ദുല്ലാ എന്ന് പേരിടുകയും ചെയ്തു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു അജ്വയുടെ, ഒരു കാരക്കച്ചീന്തിന്റെ മധുരം നുകർന്നുകൊണ്ട് ആദ്യ മധുരം ആ അബ്ദുല്ല നുകരുകയും ചെയ്തു. പിന്നീട് ചരിത്രത്തിലേക്ക് നാം എടുത്തു നോക്കുമ്പോൾ ഈ അബ്ദുള്ളയിൽ അവർക്ക് 9 മക്കൾ പിറക്കുകയും ആ 9 പേരും ഖുർആൻ ഹാഫിളുമാരാകുന്ന അവസ്ഥയാണ് കാണുന്നത്. അഥവാ ആ 9 പേരും അബ്ദുള്ളയിൽ, അവരുടെ പിൻതലമുറക്കാരിൽ ഖുർആൻ അതീവ പാണ്ഡിത്യം നേടിയ ആളുകളായി തീരുകയാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഇസ്ഹാഖ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇമാം മാലിക്, നാം ഇന്ന് കാണുന്ന മാലിക്കി മദ്ഹബിന്റെ വക്താവായിട്ടുള്ള ഇമാം മാലിക്കിന്റെ ഗുരുവര്യൻ. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിനികളെ, ഈ ഒരു കഥയിൽ നമുക്കും ഏറെ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ സബർ കൈക്കൊണ്ടതിന്റെ പ്രതിഫലമായിട്ടാണ് അവർക്ക് ഇതെല്ലാം ലഭിച്ചത്. ഇരുവരുടെയും സബർ നാം ഒന്ന് കാണണം. തൻ്റെ മകൻ തൻ്റെ മുന്നിൽ മരണപ്പെടുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അതിൽ വെപ്രാളപ്പെടുന്നില്ല, അതിൽ കരയുന്നില്ല, മറിച്ച് അവന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുകയാണ്. തൻ്റെ മകന്റെ മരണവിവരം ഭാര്യയിൽ നിന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒച്ചയിടുന്നില്ല, അവിടെ വെപ്രാളപ്പെടുന്നില്ല, മറിച്ച് ഇസ്തിർജാ ചെയ്യുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ്. ശേഷം അവനിൽ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ആ സബറിന്റെ, ഇരുവരുടെയും സബറിന്റെ ഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥന മുഖാന്തരം അവർക്കൊരു കുഞ്ഞു പിറക്കുകയും
ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിനാൽ ആ കുഞ്ഞിന് പേരിടുകയും ശേഷം ആ കുഞ്ഞിൽ അവൻ്റെ പിൻതലമുറക്കാരിൽ ഖുർആൻ ഏറ്റവും അഗാധ പാണ്ഡിത്യം നേടിയ ഒരു പിൻതലമുറക്കാർ അവർക്കുണ്ടാവുകയും ചെയ്തത്. ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സബർ കൈക്കൊണ്ടതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായിട്ട് നൽകിയത്. ഈ അർത്ഥത്തിൽ സബറിൻ്റെ ഒരു പ്രാധാന്യമാണ് ഈ ഒരു കഥ നമ്മോട് വിളിച്ചോതുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സബർ കൈക്കൊള്ളുവാൻ, പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സബർ കൈക്കൊള്ളുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും സബർ എന്നതിനെ ക്ഷമ എന്ന ഒരു തർജ്ജമയോട് കൂടിയാണ്, ഒരു പരിഭാഷയോട് കൂടിയാണ് നാം കൈക്കൊള്ളാറ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടാവേണ്ട ഒരു പെർമനന്റ് ക്വാളിറ്റിയാണ്, നിത്യഗുണമാണ് സബർ എന്നുള്ളത്. അത് കേവലം ഒരു ക്ഷമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നതല്ല. മറിച്ച് ആത്മനിയന്ത്രണവും അതിജീവനവും സ്ഥൈര്യവും സഹനവുമെല്ലാം ഒന്നിച്ചേർന്ന ഒരു പ്രകൃതമാണ് സബർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും ആ അർത്ഥത്തിൽ തന്നെയാണ് സബറിനെ കുറിച്ച് പറയുന്നത്. സൂറ അൻഫാലിൽ യുദ്ധസന്ദർഭത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, ഇയ്യകും മിൻകും 20 സ്വാബിറൂന യഗ്ലിബു മിഅതൈൻ. നിങ്ങളിൽ 20 ആളുകൾ സ്വാബിരീങ്ങളായിട്ട് സബർ പുലർത്തുന്ന 20 ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 200ഓളം ആളുകളെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും, കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അഥവാ സബറിനെ ഒരു ആയുധമായിട്ടാണ്, ഒരു കരുത്തുറ്റ ആയുധമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ സബർ കൈക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സർവ്വതലങ്ങളിലും ഈ സബർ കൈക്കൊള്ളുന്നതിലൂടെ നാം ഏവരും കൊതിക്കുന്ന, നാം ഏവരും ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ആ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഇൻസാനിൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദുകളെ കുറിച്ച് പറയുമ്പോൾ, സജ്ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. അവർ സബർ കൈക്കൊള്ളുന്നതിൻ്റെ കൈക്കൊണ്ടതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു അവർക്ക് നൽകും ജന്നതൻ വഹരീറ, സ്വർഗവും പട്ടുമെല്ലാം അവർക്ക് നാം നൽകും, അവർ സബർ കൈക്കൊണ്ടതിൻ്റെ ഫലമായിട്ട്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ പരലോക വിജയത്തിലൂന്നിയ സ്വർഗം കാംക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ സബറിനെ പലപ്പോഴും നാം അവഗണിച്ച് നിർത്തുകയാണ് പതിവ്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പരിഗണന നാം നൽകുന്നില്ല എന്നാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കുക. ദുനിയാവിലെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ അതിനെ മറികടക്കാൻ നാം പലതരത്തിലുള്ള തീവ്ര ശ്രമങ്ങൾ നാം നടത്തും. എന്നാൽ സ്വർഗത്തിന് വേണ്ടിയിട്ട് നാം പലപ്പോഴും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ, അത്തരത്തിലുള്ള ആത്മനിയന്ത്രണങ്ങൾ നാം നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയായിരിക്കും നമ്മുടെ മനസ്സും അതിന് ഉത്തരം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗത്തിന്റെ കവാടം അത് മകാരിഹ് കൊണ്ട് അടക്കപ്പെട്ടിരിക്കുകയാണ്. അഥവാ കുറച്ച് ക്ലേശകരമായിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള പാത കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് തന്നെയാണ്. നമ്മുടെ മനസ്സിന് ചിലപ്പോൾ അതിന് ഇഷ്ടം തോന്നുകയില്ല. ചിലപ്പോൾ നമുക്കതൊരു പ്രയാസമായിട്ട്, ഇല്ലേ, 5 നേരമുള്ള നമസ്കാരമോ അതെന്തായാലും കഴിയില്ല, ഒരു മാസം മൊത്തം 30 ദിവസം മൊത്തം നോമ്പെടുക്കുകയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ മനസ്സ് അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കും. എന്നാൽ അത്തരത്തിലുള്ള ആ ക്ലേശങ്ങൾ നാം സഹിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള പാത, സ്വർഗത്തിലേക്കുള്ള കവാടം നമുക്ക് തുറന്നു കിട്ടുക. എന്നാൽ മറുവശത്തോ വഹുജിബത്തിന്നാറു ബിശ്ശഹവാത്ത്. എന്നാൽ നരകം എന്നുണ്ടല്ലോ, അത് ഷഹവാത്തുകൾ കൊണ്ട്, നമ്മുടെ തന്നെ ഇച്ഛകളുടെ പിൻപറ്റിയാൽ, നമ്മുടെ തന്നെ തോന്നിവാസങ്ങളെ നാം പിൻപറ്റിയാൽ നമുക്ക് ആ നരകത്തിന്റെ കവാടത്തിലേക്ക്, അതിന്റെ മുന്നിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ദൈവേച്ഛയ്ക്ക് പകരം നമ്മുടെ ദേഹേച്ഛയെ പിൻപറ്റിയാൽ ആ നരകത്തിന്റെ കവാടം നാടോടുമ്പോൾ നടുവേ ഓടിയാൽ നമുക്ക് അവിടെ ചെന്നെത്തുവാനാകും. അത് വെറും ഈസി വാക്ക് ഓവറാണ്. പെട്ടെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ തന്നെ
ഹവകൾക്ക്, നമ്മുടെ തന്നെ ഇച്ഛകൾക്ക് പിൻപറ്റിയാൽ നരകത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. അതിനത്ര പണിയൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സന്ദർഭങ്ങളിലാണ് സബറിന്റെ അനിവാര്യത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. തീർച്ചയായിട്ടും മനുഷ്യന്റെ ഈ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, തീർച്ചയായിട്ടും ചെറു ബീജഗണങ്ങളിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നബ്തലി, അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായിട്ടും മനുഷ്യൻ അവൻ പ്രയാസത്തിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിൽ പല രൂപത്തിൽ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാൻ, ഇതിനെയൊക്കെ ആത്മനിയന്ത്രണത്തോടെ അതിനെ നേരിടാൻ സബർ നമുക്ക് അനിവാര്യമാണ്. അവന്റെ വിധിയിൽ ദേഷ്യപ്പെടാതെ അതിൽ മനസ്സിനെ നിയന്ത്രിക്കുകയും അതിൽ സങ്കടങ്ങളും വ്യതകളുമെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് ആവലാതിപ്പെടാതെ അള്ളാഹുവോട് മാത്രം അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു മനസ്സാണ് സുബറിലൂടെ നമുക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും ഉലമാക്കളും അത് തന്നെയാണ് സുബറിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അറബി ഭാഷയിൽ സുബറിന്റെ അർത്ഥമായിട്ട് അവർ പറയുന്നത് അൽ ഹബസ് എന്നാണ്, അഥവാ ബന്ധിക്കുക. കൃത്യമായിട്ട് പറഞ്ഞാൽ അൽ ഹബസു ഹബസുൻ നഫ്സി അമ്മാ ലാ യംബായി, വേണ്ടാധീനങ്ങളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്വന്തത്തെ നഫ്സിനെ ആത്മനിയന്ത്രണമാണ് സബർ എന്നാണ് ഉലമാക്കൾ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളിൽ നമുക്ക് സബർ ആവശ്യമാണ്. ഒന്ന്, അസ്സബറു അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കാൻ ഒബീഡിയൻസിനുള്ള ഒരു സബർ നമുക്ക് ആവശ്യമാണ്. ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാനായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അയൽപക്ക ബന്ധം, കുടുംബ ബന്ധം തുടങ്ങി ഓരോ ചെറു നന്മകളും ചെയ്യാൻ നമുക്ക് സബർ ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ, അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സബർ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് അത് ബുദ്ധിമുട്ടായിരിക്കും. ഉജ്ബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, ചിലപ്പോൾ നമുക്കത് ക്ലേശകരമായിരിക്കും. എന്നിരുന്നാലും അതിനെ താണ്ടി, അതിനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നാം ആഗ്രഹിക്കുന്ന, നാം ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന, നാം കൊതിക്കുന്ന ആ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാവുക. രണ്ടാമത്തേത് അസ്സബറു അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മെ വിട്ടുനിൽക്കാൻ നമുക്കൊരു സബർ ആവശ്യമുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ ഹുജ്ബത്തുൽ ജന്നത്തു ബിശ്ശഹവാത്ത്, നമ്മുടെ തന്നെ ഇച്ഛകൾ, നമ്മുടെ മനസ്സിനേറെ ഇഷ്ടം തോന്നുന്നതാവും, മനസ്സേറെ ആകർഷിക്കുന്നതാവും ഇത്തരത്തിലുള്ള ഹറാമുകൾ. അത് തൻ്റെ സ്വന്തം റൂമിൽ രഹസ്യമായി ചെയ്യുന്നതാവട്ടെ, സ്കൂളുകളിൽ വെച്ച്, കോളേജുകളിൽ വെച്ചിട്ട് പരസ്യമായി ചെയ്യുന്നതാവട്ടെ, അയൽപക്ക വാസികളോട് ഗീബത്തും നമീമത്തും, അവരോട് ഇത്തരത്തിലുള്ള ഏഷണികളും പരദൂഷണങ്ങളും, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ അവിടെ നാം പുലർത്തേണ്ട പലതും, അതുപോലെ നമ്മുടെ കച്ചവട കാര്യങ്ങളിൽ വഞ്ചനയൊന്നുമില്ലാതെ ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഹറാമാക്കിയിട്ടുണ്ട്. ഇതിലേക്കെല്ലാം നമ്മുടെ മനസ്സ് പെട്ടെന്ന് ആകർഷിക്കും. അത് സ്വാഭാവികമാണ്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ, മനസ്സിനെ അതിൽ നിന്നെല്ലാം വിട്ടുനിർത്താൻ, നമ്മുടെ ശരീരത്തെ അതിൽ നിന്നെല്ലാം വിട്ടുനിർത്താൻ നമുക്കൊരു സബർ ആവശ്യമാണ്. ആ സബർ നാം നേടിയെടുക്കേണ്ടത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതും മനസ്സിന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നതാണ്. മൂന്നാമത്തേത് അസ്സബറു അലാ അഖ്ദാരില്ലാഹി അൽ മുഅലിമ, അള്ളാഹുവിൻ്റെ വേദനാജനകമായിട്ടുള്ള വിധികളിൽ നമുക്കൊരു സബർ ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ തന്നെ മനസ്സിന്റെ പിടിവിട്ടു പോകുന്ന സന്ദർഭങ്ങളാണ് വിധി എന്നുള്ളത്. നമ്മുടെ തന്നെ ജീവിതത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിനെ പഴിചാരുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. തീർച്ചയായും പരീക്ഷിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. കേവലം പരീക്ഷിക്കുമെന്നല്ല, മറിച്ച് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, ചില ഭയപ്പാടുകൾ തന്ന് നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഅ്, ചിലപ്പോൾ നിങ്ങൾക്ക്
വിശപ്പ് നൽകിയിട്ടായിരിക്കും പരീക്ഷിക്കുക. വനഖ്സിൻ മിനൽ അംവാൽ, ചിലപ്പോൾ ധനനഷ്ടം, ധനത്തിൽ ചില കുറവ് വരുത്തിയിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക. വൽ അൻഫുസ്, ചിലപ്പോൾ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലായിരിക്കും അള്ളാഹു പരീക്ഷിക്കുക. വസ്സമറാത്ത്, ചിലപ്പോൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ, നിങ്ങളുടെ ഫലവർഗ്ഗങ്ങളിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക. ഇങ്ങനെയുള്ളതിലെല്ലാം അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ശേഷം ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നു, വബശ്ശിരി സ്വാബിരീൻ, അതിൽ ആർ സ്വബർ കൈക്കൊള്ളുന്നുവോ, ക്ഷമ കൈക്കൊള്ളുന്നുവോ അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് ആ സ്വാബരീങ്ങളുടെ ഗുണമായിട്ട് അള്ളാഹു ശേഷം ആയത്തിൽ പറയുന്നു, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെങ്ങനെയുള്ളവരാണ്? അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു വിപത്ത്, ഒരു ആപത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അള്ളാഹിൽ നിന്നുള്ളവരാണ്, നാം അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ് എന്നായിരിക്കും അവരുടെ പ്രതിഫലം. നേരത്തെ പറഞ്ഞ കഥയുമായി എത്രയോ സാമ്യമുള്ള വചനം. തൻ്റെ മകൻ മരണപ്പെട്ടുവെന്ന്, തന്നിൽ നിന്ന് വിട്ടുപോയി എന്നറിയുന്ന സന്ദർഭം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഈ ഇസ്തിർജാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയുന്നത്. ഖുർആൻ ഖണ്ഡിതമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അസ്മുൽ ഉമൂറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ചതിൽ നീ സബർ കൈക്കൊള്ളുക, നീ ക്ഷമ കൈക്കൊള്ളുക, നീ സഹനം ഉൾക്കൊള്ളുക, നിന്റെ നഫ്സിനെ നീ നിയന്ത്രിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. ആ അർത്ഥത്തിൽ സുബറിനെ കാണുവാൻ, അങ്ങനെ സുബറിനെ കണ്ടപ്പോഴാണ്, അങ്ങനെ സുബർ കൈകൊണ്ടപ്പോഴാണ് ആ ദമ്പതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നൽകിയത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നാം സുബർ കൈക്കൊള്ളുമ്പോഴാണ് ഒന്നുകിൽ ഇഹലോകത്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരലോകത്തോ നേടിത്തരിക. അങ്ങനെ സബർ കൈക്കൊള്ളുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായിട്ടും സ്വാബരീങ്ങൾക്ക് നാം കണക്കില്ലാതെ അവർക്ക് നാം അവരുടെ പ്രതിഫലം നൽകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്. അക്കൂട്ടരാണ് അല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, അല്ലാഹു സ്വാബരീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സുബർ കൈക്കൊണ്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബർ കൈക്കൊള്ളുന്ന കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഅൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അസീസിൽ അലീം غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. ജീവിതത്തിൽ എന്തെന്തു പരീക്ഷണങ്ങൾ, എന്തെന്തു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിൽ സുബർ കൈക്കൊള്ളുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മുസ്ലിമിന് എന്തെങ്കിലും ദുഃഖം ബാധിച്ചാൽ, അവനെന്തെങ്കിലും ക്ഷീണം ബാധിച്ചാൽ, പ്രതിസന്ധി ബാധിച്ചാൽ, ഹത്ത ഷൗക്കത്തു യുശാഖുഹ, അവന് ഒരു മുള്ള് ബാധിക്കുന്നത് പോലും ഗഫറല്ലാഹു മിൻ ഖതായാഹു, അതിലവൻ ക്ഷമിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ അവന് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ആ സുബർ കൈക്കൊള്ളുമ്പോഴാണ് നാം ഏറെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ആ സുബർ കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് താഴ്ഭാഗത്തുകൂടി ആറുകൾ ഒഴുകുന്ന ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനാവുക. തുടക്കത്തിൽ ഓതിവെച്ച ആയത്തും അതിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗറഫ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. താഴ്ഭാഗത്തുകൂടി ആറുകൾ ഒഴുകുന്ന ആ സ്വർഗം പ്രതിഫലമായി നൽകും എങ്ങനെയുള്ള ആളുകൾക്ക്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക്. എന്നിട്ട് അവരുടെ വിശേഷണമായിട്ട് അല്ലാഹു പറയുന്നത് അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അക്കൂട്ടർ സബർ കൈക്കൊണ്ടവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിങ്കലിൽ അവർ തവക്കുൽ ചെയ്തവരാണ്, ഭരമേൽപ്പിച്ചവരാണ് എന്ന്
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾ പോലും ആ ഒരു പൊതു നിയമത്തിൽ നിന്ന്, പരീക്ഷിക്കപ്പെടുക എന്ന പൊതു നിയമത്തിൽ നിന്ന് അവർ പോലും മാറപ്പെട്ടിട്ടില്ല. നാം ഖുർആൻ എടുത്തു നോക്കുമ്പോൾ പലതരത്തിൽ പല നബിമാർക്കും ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളെക്കുറിച്ച് വന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആയത്തുകൾ കാണുവാൻ കഴിയും. ഒരു ഘട്ടത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാമയെ കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസ്വാഹിബിൽ ഹൂത്ത്. അല്ലാഹുവിന്റെ ഹുക്മിൽ നീ ക്ഷമ കൈക്കൊള്ളുക, സുബർ കൈക്കൊള്ളുക. വലാ തകുൻ കസ്വാഹിബിൽ ഹൂത്ത്, നീ യൂനുസ് നബി അലൈഹി സ്വലാമയെ പോലെ ആകരുത്. അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ കഥ നമുക്കറിയാം. യാക്കൂബ് നബി അലൈഹി സ്വലാമ ആദ്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി സ്വലാമ കാണാതാവുമ്പോൾ അപ്പോഴും സുബറുൻ ജമീൽ, ഏറ്റവും സുന്ദരമായ സുബർ അദ്ദേഹം ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശേഷം ബിന്യാമീൻ നഷ്ടപ്പെടുമ്പോഴും അപ്പോഴും അദ്ദേഹം സുബർ കൈക്കൊള്ളുകയാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമാ അഷ്കു ബസ്രി വഹുസ്നി ഇലല്ലാഹ്, തീർച്ചയായിട്ടും എൻ്റെ സങ്കടവും വ്യതയുമെല്ലാം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പങ്കുവെക്കുക എന്ന്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സകല മേഖലകളിലും സുബർ കൈക്കൊണ്ടുകൊണ്ട്, അങ്ങനെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിക്കൊണ്ട്, സുബർ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കൂട്ടർക്കാണ് അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു സ്വാബിരിങ്ങളുടെ ഒപ്പമാണ്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു സുബർ നമ്മുടെ ജീവിതത്തിൽ നാം കൈക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, സുഡാനിൽ നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെടുന്നതും മുസ്ലിങ്ങളാണ്, കൊല്ലുന്നതും മുസ്ലിങ്ങളാണ്, കൊല്ലിക്കുന്നതും മുസ്ലിങ്ങളാണ് എന്നതാണ് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ അവസ്ഥകളും, ബുദ്ധിമുട്ടുള്ള അവസ്ഥകളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലൽ മുസ്ലിമീന ഫി സൂദാൻ اللهم أعنهم ولا تعن عليهم اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثرانا واجعل الجنة مأوانا ومأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا أفرغ علينا صبرا ثبت أقدامنا وانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين قوموا إلى صلاتكم.